പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രയേൽ തർക്കത്തിൽ ഇന്ത്യ പുലർത്തുന്ന മൗനം ഒരു തന്ത്രപരമായ നീക്കമാണോ അതോ ഇന്ത്യയുടെ വിദേശ നയത്തിന് സംഭവിച്ചൊരു വീഴ്ചയാണോ എന്നാണ് ഈ ചർച്ചകൾ പറയുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യ പിന്തുടർന്നു പോകുന്ന ഒന്നാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി അല്ലെങ്കിൽ തന്ത്രപരമായ സ്വയംഭരണം. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചു മുതൽ ഇന്ത്യയുടെ നിലപാടുകളിൽ വ്യക്തമായ മാറ്റം കാണാം. ഹമാസ് നടത്തിയ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചപ്പോൾ ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം താരതമ്യേന മൃദുവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാൻ നേരിട്ട് രംഗത്തെത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കേവലം ഒരു രാജ്യമല്ല, ചൗഹാർ പോർട്ട് വഴിയുള്ള മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമാണ് ഇറാൻ. കൂടാതെ ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിലും ഇറാൻ നിർണായകമാണ്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇറാന്റെ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ ഇന്ത്യ മടിക്കുന്നു എന്നാണ് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ അയച്ചപ്പോൾ ഇരുഭാഗത്തോടും സംയമനം പാലിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനു മുൻപ് സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ വേണ്ടത്ര ശബ്ദമുയർത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ മൗനം അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ ഇന്ത്യയുടെ പാരമ്പര്യമായിട്ടുള്ള വിദേശ നയത്തിന് വിരുദ്ധമാണെന്ന് വിമർശനം ഉയരുന്നുണ്ട്. മേഖലയിൽ വലിയ സ്വാധീനമുള്ളൊരു ശക്തിയാകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ഇത്തരം പ്രതിസന്ധികളിൽ നിഷ്പക്ഷത പാലിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം. പ്രത്യേകിച്ചും ചൈനയും റഷ്യയും ഇറാനുമായി കൂടുതൽ അടുക്കുമ്പോൾ ഇന്ത്യയുടെ ഈ വിട്ടുനിൽക്കൽ മേഖലയിലെ നമ്മുടെ താൽപ്പര്യങ്ങളെ ബാധിച്ചേക്കാം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് നടത്തിയ പരാമർശനങ്ങൾ ഇതിനോടുള്ള ഇറാന്റെ നീരസമായി ചിലർ വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ ഇസ്രയേലുമായി വളരുന്ന ബന്ധവും ഇറാനുമായുള്ള ചരിത്രപരമായ ബന്ധവും തമ്മിൽ തുലനം ചെയ്യാൻ ഇന്ത്യ പാടുപെടുകയാണ്. ഒരു ആഗോള ശക്തി എന്ന നിലയിലേക്ക് ഉയരണമെങ്കിൽ സംഘർഷ സമയങ്ങളിൽ മൗനം പാലിക്കാതെ വ്യക്തമായ നിലപാടുകളും മധ്യസ്ഥ ശ്രമങ്ങളും നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിദേശ നയത്തിലെ ഈ പതർച്ച ഇന്ത്യ തിരുത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം.